So we'll start with today's class. Okay, adinne Typhoon Kajiki. Okay, Typhoon Kajiki എവിടെയാ ലാൻഡ്ഫോൾ ചെയ്തേ എന്ന് വല്ല ഐഡിയ ഉണ്ടോ? എനി ഐഡിയ? ടൈഫൂൺ യൂഷ്വലി പറയുന്നത് ഏത് ഭാഗത്തുള്ള സൈക്ലോൺസിനെയാണ് നമ്മൾ ടൈഫൂൺ എന്ന് പറയുന്നത്? ഏഷ്യയുടെ ഭാഗത്ത് വരുന്നു അല്ലേ? സോ വിൽ കം ടു ദാറ്റ്. ഫൈൻ. ഡിഫറെൻറ്റ് നെയിംസ് ഫോർ ഡിഫറെൻറ്റ് റീജിയൻസ് അല്ലേ? നമ്മൾ ഹരിക്കെയിൻസ് എന്ന് യൂഷ്വലി പറയുന്നത് നോർത്ത് അമേരിക്ക ആ റീജിയനിലൊക്കെ വരുന്ന സൈക്ലോൺസിനെയാണ് നമ്മൾ ഹരിക്കെയിൻസ് എന്ന് പറയുന്നത്, റൈറ്റ്? അറ്റ്ലാന്റിക് ഓഷനിൽ ഒറിജിൻ ചെയ്യുന്നത്. ടൈഫോൺസ് യൂഷ്വലി പസഫിക് ഓഷൻ ആ ഭാഗത്ത് ഒറിജിൻ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ടൈഫോൺസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇന്ത്യൻ ഓഷൻ റീജിയനിലൊക്കെ വരുന്നതന്നെ നമ്മൾ സൈക്ലോൺസ് എന്ന് തന്നെയാണ് പറയുന്നത്, റൈറ്റ്? സോ ടൈഫൂൺ കജീക്കി വിയറ്റ്നാമിൻ്റെ സെൻട്രൽ കോസ്റ്റ് വഴി വളരെ വേഗത്തിൽ ലാൻഡ്ഫോൾ നടത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഇത്രയും ദിവസം, and it has also made landfall. As Typhoon Kajiki moves closer to Vietnam's central coast with maximum sustained winds of 166 km per hour, the country has started mass evacuations, closed airports and cancelled flights. അപ്പം വിയറ്റ്നാം അതിനുള്ള പ്രിപ്പയർനെസ് തുടങ്ങിയിരിക്കുകയാണ്. വെസ്റ്റ് പസഫിക് ഓഷ്യനിൽ ഒരു ട്രോപ്പിക്കൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സൈക്ലോണായി മാറി ഈ പറയുന്ന ടൈഫൂൺ കജിക്കി. ഓൾറൈറ്റ്. Features, it's quite fast, 166 km per hour ആണ് ഇതിൻ്റെ കവറേജ്. ഇറ്റ് ഓൾസോ ബ്രിങ്സ് ലാൻഡ്സ്ലൈഡ്സ്, ഫ്ലഡ്സ് ആൻഡ് ടൊറൻഷ്യൽ റെയിൻഫോൾ. നമ്മൾ യൂഷ്വലി സൈക്ലോൺസ് വരുമ്പം എങ്ങനെയാണ് നമുക്ക് മഴ അധികം കൂടുതൽ കിട്ടും, റൈറ്റ്? സൈക്ലോൺസ് ലാൻഡ്ഫോൾ ചെയ്യുന്ന സമയത്ത് ദി ആഫ്റ്റർ എഫക്റ്റ് ഇസ് ദാറ്റ് വി ഗെറ്റ് എ ലോട്ട് ഓഫ് റെയിൻഫോൾ ആൻഡ് ദെയർസ് ലോട്ട് ഓഫ് ഇറ്റ്സ് എന്താ പറയുക, ഭയങ്കര വിൻഡിയൊക്കെ ആയിട്ടുള്ള റെയിൻഫോൾ ആയിരിക്കും. ആൻഡ് യൂഷ്വലി നമുക്ക് അബവ് ആവറേജ് റെയിൻഫോൾ കിട്ടാൻ ഉള്ള ഒരു സിറ്റുവേഷനാണ് സൈക്ലോൺസ് കൊണ്ടുവരുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് മച്ച് ഓഫ് എന്താ പറയുക, ഈ പറയുന്ന അത്രയും റെയിൻഫോൾ കിട്ടാനുള്ള ഒരു പ്രിപ്പയർനെസ് പലയിടത്തും ഉണ്ടാവില്ല. സോ ലാൻഡ് സ്ലൈഡ്സ് വരാൻ സാധ്യതയുണ്ട്, ഫ്ലഡ്സ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആസ് സ്ട്രോങ് ആസ് ടൈഫൂൺ യാഗി. ഇതിന് മുന്നേ 2024 ടൈഫൂൺ യാഗി എന്ന് പറയുന്ന ഒരു ടൈഫൂൺ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഇറ്റ് കിൽഡ് 300 പീപ്പിൾ ആൻഡ് $3.3 ബില്യൺ ഡാമേജ് വരുത്തി വെച്ചിട്ടാണ് ടൈഫൂൺ യാഗി പോയത്. അതേ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു സൈക്ലോണാണ് ഈ പറയുന്ന ടൈഫൂൺ തജിക്കി എന്ന് പറയുന്നത്. Airports were blocked, more than 5 lakh people were evacuated and boats were sent ashore. Okay, so this is the preparedness that this particular country is doing. ടൈഫൂൺ എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത് പസഫിക് ഓഷ്യനിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന സൈക്ലോൺസിനെയാണ് നമ്മൾ ടൈഫൂൺ എന്ന് പറയുന്നത്. ഹരിക്കെയിൻ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ആൻഡ് ഈസ്റ്റ് പസഫിക്, അതായത് അമേരിക്കൻ സൈഡിലോട്ട് നമ്മൾ എത്തുമ്പം അമേരിക്കൻ ബോർഡർ, ക്ലോസ് ടു അമേരിക്കൻ ബോർഡറിലോട്ട് എത്തുമ്പോഴാണ് നമ്മളതിനെ ഹരിക്കെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് കൻ ഈദർ ഒറിജിനേറ്റ് ഇൻ ഈസ്റ്റ് പസഫിക്, അതായത് വിച്ച് ഇസ് ക്ലോസർ ടു ദി അമേരിക്കൻ ബോർഡർ, ഓർ ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ആസ് വെൽ. ബോത്ത് ഓഫ് ദം ആർ കോൾഡ് ഹരിക്കെയിൻസ്. സൈക്ലോൺ നമ്മൾ യൂഷ്വലി ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഒറിജിൻ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂഷ്വലി ഈ സൈക്ലോണിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഈ സൈക്ലോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ വി ഹാവ് സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ, ബട്ട് ഇറ്റ്സ് ബീൻ ഫ്യൂ മന്ത്സ്, റൈറ്റ്? നമ്മൾ അത്യാവശ്യം മാസങ്ങൾ മുന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചത്. ബട്ട് ഡു യു റിമെമ്പർ വാട്ട് ഈസ് ദ അറ്റ്മോസ്റ്റ് നെസസറി, ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഒരു സൈക്ലോൺ ഫോർമേഷനിൽ? ഏറ്റവും നടുക്കുള്ളത് ലോ പ്രഷർ റീജിയൻ ആണോ ഹൈ പ്രഷർ റീജിയൻ ആണോ ഒരു സൈക്ലോണിനെ സംബന്ധിച്ചിടത്തോളം? ലോ പ്രഷർ റീജിയൻ, റൈറ്റ്? ആൻഡ് ചുറ്റിനും എന്ത് പ്രഷർ ഉണ്ടാവണം? ഹൈ പ്രഷർ, റൈറ്റ്? സോ ചുറ്റിനും ഹൈ പ്രഷർ റീജിയനും ഈ സൈക്ലോണിന്റെ നടുക്ക് ഒറിജിൻ ചെയ്യുന്ന ആ സ്ഥലത്ത് ലോ പ്രഷർ റീജിയനും ആയിരിക്കും. Due to unexplained reasons, many unexplained reasons, like for instance Bay of Bengal cyclone ഉണ്ടാകുന്ന സമയത്ത് ഒരു പോയിന്റിൽ മാത്രം അത്യാവശ്യം ലോ പ്രഷർ റീജിയനും ചുറ്റിനും ഹൈ പ്രഷർ റീജിയൻ ഡ്യൂ ടു മേ ബി ഡിഫറൻഷ്യൽ ഹീറ്റിംഗ്, ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് ഫാക്ടറിൽ നിന്നാണ് ഒരു സൈക്ലോൺ ഉണ്ടാകുന്നത്. ബിക്കോസ് വി നോ ദാറ്റ് വിൻഡ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. സോ ദാറ്റ് ഈസ് ഹൗ ഒരു ലോ പ്രഷർ റീജിയൻ ചുറ്റിനും ഹൈ പ്രഷർ റീജിയൻ
ഈ വിൻഡ് ഫോർമേഷൻ ഉണ്ടാവുന്നത്, സൈക്ലോണിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത് തന്നെ ഈ പറയുന്ന ഹൈ പ്രഷർ ഡിഫറൻസ് കാരണമാണ്. പിന്നീടാണ് ഇത് because of the pressure difference, it develops into a wind. It forms a cumulonimbus clouds along with it. It carries a lot of water with it, right? And then it moves into the land and makes landfall as well. Usually നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിൽ ഉണ്ടാകുന്ന സൈക്ലോൺസ് കടലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ലാൻഡിൽ ഉണ്ടാവില്ല. ഓക്കെ, കടലിൽ നിന്നുണ്ടായിട്ട് ലാൻഡിലോട്ട് വീഴുന്ന, അതായത് ലാൻഡിലോട്ട് ലാൻഡ്ഫോൾ ചെയ്യുന്ന സൈക്ലോൺസ് ആണ് നമ്മുടെ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ കണ്ടുവരുന്ന സൈക്ലോൺസിൻ്റെ പ്രവണത. വെരാസ് വെൻ വി ഗോ ടു ടെമ്പറേറ്റ് സോൺ, ടെമ്പറേറ്റ് റീജിയനിലോട്ട് പോകുമ്പം ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുന്ന സൈക്ലോൺസ് ഉണ്ട്. ഓക്കെ, ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ കേസസിൽ ഇറ്റ് കെൻ ഒറിജിനേറ്റ് ബോത്ത് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് ഓൺ വാട്ടർ. ഓക്കെ, ആ ഒരു കേസിൽ അവർക്ക് ലാൻഡിൽ ഒറിജിനേറ്റ് ചെയ്യാം, വാട്ടറിൽ ഒറിജിനേറ്റ് ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഇറ്റ് ഈസ് ഓൾവേസ് ഒറിജിനേറ്റിംഗ് ഇൻ വാട്ടർ. ഫൈൻ, ദിസ് ഡിഫറൻസ് യു ഗൈസ് റിമെമ്പർ. പിന്നെ നിങ്ങൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ദർ ആർ ഫ്യൂ അതർ ഡിഫറൻസസ് ബിറ്റ്വീൻ ടെമ്പറേറ്റ് cyclone and tropical cyclone as well. Okay, temperate cyclone is not as intense as tropical cyclone, but coverage കൂടുതൽ temperate cyclone ആണ് in comparison to tropical cyclone. Tropical cyclone intensity ഭയങ്കര കൂടുതലായിരിക്കും. temperate cyclone ഈ പറയുന്ന അത്രയും intensity ഉണ്ടാവില്ല. So things like that, when you study geography, when you study this particular chapter, നിങ്ങൾ ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് probably in our classes itself they will teach you guys. Fine. So this is about നമ്മുടെ typhoon, hurricane and all. Now have you heard about the Tawi river? Tawi river flooding ne kurichu ആരെങ്കിലും കേട്ടായിരുന്നോ? Okay, so basically this particular river is a tributary of Chenab. Chenab is a tributary of which river? Indus. Indus. Very good. So Chenab is a tributary of Indus, and ഈ പറയുന്ന ചെനാബിൻ്റെ ഒരു tributary ആണ് താവി റിവർ എന്ന് പറയുന്നത്. ഫൈൻ. സോ ഇറ്റ് ഫ്ലോസ് ത്രൂ ജമ്മു കാശ്മീർ. നമ്മുടെ ജമ്മു റീജിയനിൽ കൂടി ഒഴുകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിവറാണ് താവി റിവർ. ഇറ്റ് ഒരുപാട് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താവി റിവർ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. സോ ഇൻ ദ കോഴ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫ്ലഡ്, ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ക്ലൗഡ് ബേസ്റ്റ് ഇൻസിഡൻസ് ജമ്മുവിൽ നമ്മൾ കേട്ടായിരുന്നു. Too many cloud burst incidents. So because of all this and because of the Tawi river project, they are blaming both the Tawi river project and cloud bursts as the reason for floods. ഇപ്പം ഭയങ്കരമായിട്ട് ഈ ഒരു റീജിയൻ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ഫ്ലഡിങ്ങിൻ്റെ കോഴ്സിൽ താവി, നമുക്ക് ഇൻഡസിനെ കുറിച്ച് അറിയാവുന്ന ഒരു പോയിന്റ് എന്താ, ഇൻഡസ് ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന ഒരു ഇൻഡസ് റിവർ സിസ്റ്റം ഇന്ത്യയിൽ മാത്രം ഒഴുകുന്നതാണോ? ആണോ? ഇൻഡസ് റിവർ സിസ്റ്റം വേറെ ഏത് രാജ്യത്തെ കൂടി ഒഴുകുന്നത്? പാകിസ്ഥാൻ. പാകിസ്ഥാൻ. ഓക്കെ, സോ വാട്ട് ഡു വി ഹാവ് വിത്ത് പാകിസ്ഥാൻ? വാട്ട് സോർട്ട് ഓഫ് ട്രീറ്റി ഡു വി ഹാവ് വിത്ത് പാകിസ്ഥാൻ? Indus water treaty. Indus water treaty. Very good. So we have actually suspended Indus water treaty after the Pahalgam attack. That we know, right? നമ്മൾ Pahalgam attack പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് that Indus water treaty has been suspended. But in spite of it, in spite of all that, we have actually warned Pakistan on a humanitarian ground that ഈ പറയുന്ന താവി റിവറിൽ ഫ്ലഡിൻ്റെ ത്രെറ്റ് ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുകയും അതനുസരിച്ച് പാകിസ്ഥാൻ ഇവാക്യുവേഷൻ പ്രോസസ് നടത്തുകയും ഓൾമോസ്റ്റ് 150,000 പീപ്പിൾ ഹാവ് ബീൻ സേവ്ഡ് ബിക്കോസ് ഓഫ് ഇന്ത്യാസ് ടൈംലി റെസ്പോൺസ്. ടൈംലി ആയിട്ട് ഇവരെ ഇൻഫോം ചെയ്തത് കൊണ്ട് ഇത്ര ആൾക്കാരെ നമുക്ക് സേഫായിട്ട് നിർത്താനും ഉള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സോ what is important here is we know that India is a welfare country, right? India is a welfare state. Welfare state എന്ന് പറഞ്ഞാൽ എന്താ? We intentionally do not want to harm any other country. Okay, we are always there for the welfare of other countries. നമ്മൾ വസുദൈവ കുടുംബകം എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്, right? So in spite of all that Pakistan has been doing to us, right, we actually inform them on humanitarian grounds എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഹൈലൈറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. സോ സച്ച് പോയിന്റ്സ് വെൻ യു ആർ മെൻഷനിങ് ദാറ്റ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഇന്ത്യ വെൽഫെയർ സ്റ്റേറ്റ് ആണ് എന്ന് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് പറയാം. Like for instance, in spite of Pahalgam terror attack, in spite of our Indus Water Treaty being suspended, we still informed Pakistan about the Tawi River overflow during Tawi River flooding issue. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് പോയിന്റ്സ് ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഫൈൻ. So in due course of time, whenever you guys are going to write the examination, means in the examination, നിങ്ങൾ in maybe another 5-6 years you guys are going to attempt, right? നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് you guys probably will go and attempt UPSC, right? At that point of time you guys can still use these points. Back in ഈ വർഷം ഇന്നതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, and it will still remain valid. You like how we use incidents from the past to highlight India's foreign policy, right? So ingante points ഒക്കെ ഓർത്തിരിക്കുക. It's always going to come handy for you guys, right? Now Tawi റിവറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ ലിറ്ററേച്ചറിന് ഇന്ന് സൂര്യപുത്രി ഓർ ഡോട്ടർ ഓഫ് ദ സൺ എന്നാണ് ഈ പറയുന്ന റിവറിനെ വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ വെരി നമ്മൾ ഭയങ്കരമായിട്ട് റിലീജിയസ് ആംഗിളിലൊക്കെ നോക്കുന്ന ഒരു റിവറാണ്. അവിടുത്തെ ആൾക്കാർ, ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് റെവർ ചെയ്യാറുണ്ട്. It emerges from Kalpas Kund in Seo Dhar in the Doda district in Bhadarwa region, Himalayas. Jammu and Kashmir region തന്നെയുള്ള കൽപസ് കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഫ്രം ദോഡ ഡിസ്ട്രിക്ട്. ഇവിടെയാണ് ഈ പറയുന്ന താവി റിവർ എമർജ് ചെയ്യുന്നത്. ഇറ്റ് ഡിവൈഡ്സ് ജമ്മു ഇൻ ടു 2 പാർട്സ്. ഒന്ന് ഓൾഡ് ഏൻഷ്യൻ സിറ്റി ആൻഡ് ദ ന്യൂ സിറ്റി, രണ്ടായിട്ട് ഈ ജമ്മുവിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ജമ്മു സിറ്റി ആൻഡ് ഓഫേഴ്സ് പിക്ചേഴ്സ്ക്യൂ ബ്യൂട്ടി. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു റിവർ, ഒരു പിക്ചേഴ്സ്ക്യൂ വ്യൂ ഈ പറയുന്ന റിവർ ജമ്മുവിന് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താവി റിവർ പ്രോജക്റ്റ് ഒക്കെ അവർ ചെയ്യുന്നത്, ടു അട്രാക്ട് മോർ ടൂറിസ്റ്റ് ടു ദിസ് പർട്ടിക്കുലർ പ്ലേസ്. യൂഷ്വലി പീപ്പിൾ ഡോണ്ട് ഗോ ടു ജമ്മു മച്ച്. പീപ്പിൾ വിസിറ്റ് കശ്മീർ ആൻഡ് ദെൻ ദേ കം ബാക്ക്. ദാൽ ലേക്കും എല്ലാ കശ്മീർ റീജിയനിലാണ് ഉള്ളത്. കശ്മീരിന് ഇച്ചിരി കൂടി പോകണം ജമ്മുവിലോട്ട്, റൈറ്റ്? യൂഷ്വലി കശ്മീർ ഇസ് മോർ അട്രാക്റ്റീവ്. ദ ടൂറിസ്റ്റ് സ്പോട്ട് വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ കശ്മീരാണ് കൂടുതലും അട്രാക്റ്റീവ് ആയിട്ട് ആൾക്കാർ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന സ്ഥലം, അല്ലേ? റൈറ്റ്. സോ ജമ്മു ഈ പറയുന്ന താവി റിവർ പ്രോജക്റ്റ് ഒക്കെ അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇറ്റ്സ് ടു ബ്രിങ് ഇൻ എ ലോട്ട് മോർ ടൂറിസ്റ്റ് ടു ദിസ് പർട്ടിക്കുലർ റീജിയൻ, റൈറ്റ്? സോ ഇറ്റ് ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് ജമ്മു സിറ്റി. ഫൈൻ. Crosses the international border and then joins the Chenab river in Pakistan. Okay, so like we already told, Chenabinde oru tributary aanu Tawi, പക്ഷെ ഇന്ത്യയിലല്ല താവി ചെനാബുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇറ്റ് ക്രോസസ് ദ ബോർഡർ ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ആൻഡ് ജോയിൻസ് ചെനാബ് ഇൻ പാകിസ്ഥാൻ. ഫൈൻ. Finally, it is part of the Indus river system, which has historically been under the Indus Water Treaty control. So ഇതിൻ്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനറ്റ്ലി ദാറ്റ് ദിസ് താവി റിവർ ഇസ് പാർട്ട് ഓഫ് ദി ഇൻഡസ് വാട്ടർ ട്രീറ്റി. ആൻഡ് നമുക്കൊരു ഇൻ്റർനാഷണൽ റിലേഷൻസ് വൈസ് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു റിവർ എന്തുകൊണ്ടാണ് ഇതായത്? ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ഇൻഡസ് വാട്ടർ സിസ്റ്റം, ഹെൻസ് മേക്കിംഗ് ഇറ്റ് പാർട്ട് ഓഫ് ദി ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇസ് ദിസ് ക്ലിയർ? ക്ലിയർ ആണോ? Yes, ma'am. Any doubt? Can I go ahead? Yeah, ma'am. All right. So reasons for താവി റിവറിൻ്റെ ഈ ഫ്ലഡിങ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലൗഡ് ബേസ്റ്റ് ഇപ്പം ജമ്മുവിൽ ഉണ്ടായിട്ടുണ്ട്. ക്ലൗഡ് ബേസ്റ്റ് ഇസ് വൺ റീസൺ, ആൻഡ് ഡെഫിനറ്റ്ലി നമ്മളെപ്പോഴും പറയുന്ന ആന്ത്രോപോജനിക് റീസൺസ്. എക്സാമ്പിൾ ഇസ് ദ താവി റിവർ ഫ്രണ്ട് പ്രോജക്റ്റ്. Okay. Now, Adi Karma Yogi initiative to put tribal change leaders through their paces at village level. So, what is Adi Karma Yogi? നമ്മൾ ഇതിന് മുന്നേയും ആദി കർമ്മയോഗി ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ആദി കർമ്മയോഗി സ്കീം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയിട്ടുണ്ട്. സോ വാട്ട് ഈസ് ആദി കർമ്മയോഗി? നമ്മൾ ബേസിക്കലി നമ്മുടെ ട്രൈബൽ റീജിയൻസ് നേരിടുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, റൈറ്റ്? നമ്മുടെ ട്രൈബൽ റീജിയൻസ് നേരിടുന്ന ചാലഞ്ചസിനെ ഒക്കെ ഓവർകം ചെയ്ത് ട്രൈബൽ റീജിയൻസിൽ ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, വി നോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ട്രൈബൽ റീജിയൻസ് ബിക്കോസ് ഓഫ് ദിസ് പ്രോബ്ലം, ലൈക്ക് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു അട്ടപ്പാടിയിൽ ഉണ്ടായ ഇഷ്യൂ അല്ലേ? ഒരു കുട്ടി റോഡില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഹോസ്പിറ്റലിൽ സമയത്ത് എത്തിക്കാൻ പറ്റിയില്ല, ആൻഡ് ദ ചൈൽഡ് പാസ്ഡ് അവേ, റൈറ്റ്?
So things like this keep happening in tribal areas because tribal areas are usually in geographically isolated regions. അപ്പം ഈ ഒരു ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് റീജിയൻസ് ആകുമ്പം കാടായിരിക്കാം, ഒരു മൗണ്ടൻ ഏരിയ ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് റീജിയൻ ആകുമ്പം വാട്ട് ഹാപ്പൻസ്, ഗവൺമെന്റ് ഇറക്കുന്ന പല ആനുകൂല്യങ്ങളും ആണെങ്കിലും ഗവൺമെന്റ് ഇറക്കുന്ന പല കാര്യങ്ങളും ഇവരിലോട്ട് എത്തിപ്പെടാൻ അതിൻ്റെതായ ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ടാവും. റൈറ്റ്, സോ ഇറ്റ്സ് നോട്ട് ദിയർ ഫോൾട്ട്. റൈറ്റ്, ദ ഗവൺമെന്റ് ഹാസ് ടു എൻഷുർ ദാറ്റ് ഇറ്റ് റീച്ചസ് ദെം. സോ ഈ പറയുന്ന ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇവരെ നമ്മുടെ ഗവർണൻസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാക്കാൻ വേണ്ടിയിട്ടും ലാസ്റ്റ് മൈൽ സർവീസ് ഡെലിവറി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു ആദി കർമ്മയോഗി സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എ നാഷണൽ മിഷൻ ഫോർ റെസ്പോൺസീവ് ഗവർണൻസ് aims to produce a cadre of 20 lakh tribal grassroots functionary. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള ലീഡേഴ്സിനെയാണ് ഇവർ എയിം ചെയ്യുന്നത്. ഓക്കെ, ഗ്രാസ് റൂട്ട് ലെവലിൽ 20 lakh ട്രൈബൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ലീഡേഴ്സും or people who can take up responsibilities and village level change leadersum ഇവർ ഈ ഒരു പ്രോഗ്രാമിൽ കൂടി ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. Right? It is envisaged as the world's largest tribal grassroots leadership program. Fine. India is one of the countries that has world's largest tribal groups. Okay, നമ്മൾ one of the ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള കൺട്രിയാണ്, one of the. Okay, started by the Ministry of Tribal Affairs naturally. അല്ലേ, ട്രൈബൽ സ്കീംസ് ഒക്കെ എപ്പോഴും മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിൻ്റെ അടിയിൽ തന്നെയാണ് വരാറ്. So in due course of time when you guys have to write examination, നിങ്ങൾ സ്കീംസ് ഒക്കെ പഠിക്കുന്ന സമയത്തും നിങ്ങൾ മിനിസ്ട്രി മനസ്സിലാക്കേണ്ടത് ബേസ്ഡ് ഓൺ വാട്ട് ഇംപ്ലിമെൻറ്റേഷൻ, അല്ലേ, എന്താണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ലോജിക്കലി ആണെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം ഏത് മിനിസ്ട്രിയുടെ അടിയിലായിരിക്കും വരുന്നതെന്ന്. യൂഷ്വലി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ചില മിനിസ്ട്രീസ് മാത്രമേ, ചില സ്കീംസ് മാത്രമേ അങ്ങനെ ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഗോബർധൻ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. ഗോബർധൻ ഇസ് ആക്ച്വലി കൗഡങ് യൂസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഫ്യൂവൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഗോബർധൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇറ്റ് വെരി ഈസിലി യു ക്യാൻ കൺഫ്യൂസ് ഇറ്റ് വിത്ത് മിനിസ്ട്രി ഓഫ് എന്താ പറയുക, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, എൻവയൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ആയിട്ടുള്ള മിനിസ്ട്രി ആയിട്ട് നമുക്ക് കൺഫ്യൂസ് ചെയ്യാം. But it's actually under Ministry of Petroleum, fine, because it deals with fuel. So things like this നമ്മൾ ഒന്ന് നോക്കി വെക്കുക. ബാക്കിയുള്ള മോസ്റ്റ് ഓഫ് ദ സ്കീംസ് യു ഗൈസ് ക്യാൻ എന്താ പറയുക, നമുക്കത് ഈ പറയുന്ന ഒരു സ്കീമിൻ്റെ ഫങ്ഷനിങ് വെച്ച് തന്നെ നിങ്ങൾക്ക് തന്നെ ഡീകോഡ് ചെയ്തെടുക്കാം ഏത് മിനിസ്ട്രി ആയിരിക്കും. ഈവൻ ഇഫ് യു ഹാവൻറ്റ് റെഡ് അബൌട്ട് ദ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ട് എന്താണ് ആ സ്കീം ചെയ്യുന്നത് എന്ന് ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ definitely, if you know that Adi Karma Yogi deals with tribes, you can definitely write that it is coming under the Ministry of Tribes, right? So Ministry of Tribal Affairs in August 2025 apparana this start ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി മോട്ടോ ഉണ്ട്, എന്താണ്, സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്. റൈറ്റ്, എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. റൈറ്റ്, so the organization is guided by the ideals of seva, that is service, sankalp, resolve all the issues, and samarpan, that is dedication. Participates in janjatiya gaurav varsh, അതായത് ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഈ ജൻജാതീയ ഗൗരവ് വർഷ് എന്ന് പറയുന്നത്. and it also helps realize the goal of Viksit Bharat by 2047. So we have this goal of Viksit Bharat by 2047. അതിന് വേണ്ടിയിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റും കൂടിയാണ് ഈ ആദി കർമ്മയോഗി. എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, സോഷ്യൽ ഇൻക്ലൂഷൻ, ഓൾ ഓഫ് ഇറ്റ്. ഫൈൻ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ വിൽ സ്റ്റഡി എ ലിറ്റിൽ. നമ്മൾ ട്രൈബ്സിനെ കുറിച്ച് എപ്പോഴും I think once or twice we've studied, but we haven't studied in detail about the constitutional provisions of tribes, right? We'll see that today. So what are the goals of this particular scheme? One is develop local leadership, like we already discussed. Send block level trainers,
ഡിസ്ട്രിക്ട് മാസ്റ്റർ ട്രെയിനേഴ്സ് ഉണ്ടാക്കുക, സ്റ്റേറ്റ് ലെവൽ മാസ്റ്റർ ട്രെയിനേഴ്സ് ഉണ്ടാക്കുക. ഇവരൊക്കെ ഈ പറയുന്ന ലോക്കൽ ലീഡർഷിപ്പിനെ ട്രെയിൻ ചെയ്തെടുക്കാനും അതേപോലെ തന്നെ ലാസ്റ്റ് മൈൽ ട്രാൻസ്പോർട്ടേഷൻ എൻഹാൻസ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ട്രൈബൽ വെൽഫെയർ പ്രോഗ്രാംസ് ഐസൊലേറ്റഡ് ലൊക്കേഷൻസിലും ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക, അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ഉള്ളൊരു ശ്രമം വരുത്തുക. അതേപോലെ തന്നെ എൻകറേജ് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് ഗവർണൻസ് ബൈ ഗിവിങ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എ സെൻസ് ഓഫ് വർത്ത്, കമ്പാഷൻ ആൻഡ് ഡിറക്ഷൻ. യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ട്രൈബൽ ഏരിയാസിൻ്റെ കേസിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ട്രൈബ്സിനോട് ഡിസ്കസ് ചെയ്യാണ്ട് ഇൻഫർമേഷൻ ഗവർണൻസ് നടത്താനുള്ളൊരു പ്രവണത യൂഷ്വലി കണ്ടുവരാറുണ്ട്, റൈറ്റ്? ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു അവിടുത്തെ ഷോംപൻ ട്രൈബിനോടാണെങ്കിലും അവിടുത്തെ ട്രൈബൽ കൗൺസിൽസിനോട് കൺസൾട്ട് ചെയ്യാണ്ടാണ് ഈ ഒരു മെഷർ എടുത്തിരിക്കുന്നത്, അവർ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു, റൈറ്റ്? സോ ഇറ്റ്സ് ഓൾവേസ് necessary that you include them into the governance process so that they feel inclusive. Okay, they also have a way of direction. നമ്മൾ അവർക്ക് അവരുടെ ഒരു വർത്ത് മനസ്സിലാക്കി എടുക്കുക. അവർക്ക് തന്നെ ഫീൽ ചെയ്യരുത് ദാറ്റ് വി ആർ നോട്ട് പാർട്ട് ഓഫ് എനിത്തിങ്, വി ആർ ഏലിയനേറ്റഡ് ഫ്രം എവറിഥിങ്, ഞങ്ങൾ വർത്ത് ഇല്ലാത്തവരാണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി. നമ്മളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിനെയാണ്. Okay, so we have to deal with them with a sense of worth, compassion and direction. That is the goal of the project. Fine. So I hope Adi Karma sorry, what is the scheme's name? Adi Karma Yogi. Adi Karma Yogi is clear to all? Any doubt? No, ma'am. No, ma'am. Right? Okay, so now we'll just see about tribes. ട്രൈബ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഒന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. ഓക്കെ, ട്രൈബ് എന്ന് പറഞ്ഞ് വാട്ട് ഇസ് എ ട്രൈബ്, ട്രൈബ് ഇന്നതാണ് എന്നൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്ന ഒരു വാക്ക് ആർട്ടിക്കിൾ 342 തന്നെ അതിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതിൽ ഐ ഭാഗത്ത് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ 342 ഡീൽ ചെയ്യുന്നത് എന്താണ്? That it states that the president may by public notification specify the tribes or tribal communities or parts of or groups within the tribes or tribal communities or parts which shall be deemed to be scheduled tribes for the purpose of this constitution. Basically ഇത്രയും പറയുന്നുള്ളൂ. പ്രസിഡന്റ് ആണ് ട്രൈബ്സ് അല്ലെങ്കിൽ ഒരു ട്രൈബിനെ ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ട് കൺസിഡർ ചെയ്യണോ ഫോർ ദ പർപ്പസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് പ്രൊവിഷൻസ് ഈ പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റിസർവേഷൻ, ഓക്കെ, അങ്ങനത്തെ ഒക്കെ കോൺസെപ്റ്റ്സ് ഇവർക്ക് അപ്ലൈ ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം പ്രസിഡന്റ് ആണ് ഇവരെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. പ്രസിഡന്റ് ഇവരെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു 342 ആർട്ടിക്കിൾ പറയുന്നത് വേറൊന്നുമല്ല, ആരാണ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ളൊരു റെക്കഗ്നീഷൻ്റെ അൾട്ടിമേറ്റ് പവർ ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. Alright, so ഈ point once more I'll tell you, നമ്മുടെ constitution makes no attempt in defining the term tribe, but article 342I part I has introduced the term scheduled tribe in the context that the president is the ultimate power in identifying a scheduled tribe in the country. Okay, ഒരു scheduled tribe എന്നുള്ളൊരു പേര് അവർക്ക് കൊടുക്കാൻ പ്രസിഡന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഫോർ ദ പർപ്പസസ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ആക്ച്വലി പൊളിറ്റിക്കൽ സേഫ് ഗാർഡ്സ് ഉണ്ട് നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്. ഒരുപാട് പൊളിറ്റിക്കൽ സേഫ് ഗാർഡ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ഇഫ് യു ടോക്ക് അബൌട്ട് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇവിടെ ഞാൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓൾസോ ഗ്യാരണ്ടീസ് എ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ടു നമ്മുടെ tribal regions, right? Constitutional rights against any arbitrary nature of state. അതായത് സ്റ്റേറ്റ് പവർ ഭയങ്കര കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും again I am giving references of movies. Okay, there are movies where these tribes are arrested and they are taken to jail and all, right? അപ്പോൾ at that point of time അവരുടെ കിൻ അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന് അവർക്ക് ഹേബീസ് കോർപ്പസ്, അതായത് ഹേബീസ് കോർപ്പസ് ഇസ് അഗൈൻ
ആർട്ടിക്കിൾ 32 അടിയിൽ വരുന്നതാണ്, റൈറ്റ്? ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിയിൽ വരുന്നതാണ്. റിട്ട് jurisdiction ആണ് അത്. We've studied about writs, right? You guys remember writs? Writ petition നിങ്ങൾ കേട്ടിട്ടില്ലേ? Have you heard of it? No or yes? കേട്ടില്ല. കേട്ടിട്ടുണ്ട്. We have habeas corpus, we have mandamus, prohibition, certiorari, quo warranto. ഇതൊക്കെ റിറ്റ്സിന്റെ അടിയിൽ വരുന്നതാണ്, ആർട്ടിക്കിൾ 32ന്റെ അടിയിൽ വരുന്നതാണ്, റൈറ്റ്? സോ ഈ പറയുന്ന ഹേബീസ് കോർപ്പസ് ഒക്കെ ഇതൊക്കെ ഇവർക്കും വാലിഡ് ആണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 നമ്മൾ റിസർവേഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഷെഡ്യൂൾ ട്രൈബിന് റിസർവേഷൻസ് ഉണ്ട്. We've studied about that, right? So the reservation system, all of it applies to these tribal groups as well. And we also have certain other provisions under Article 29 and 30 where we are protecting linguistic minorities, cultural minorities എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പല ആർട്ടിക്കിൾസ് ഉണ്ട്. അതും ഇവർക്ക് ബാധകമാണ്. ഓക്കെ, ബിക്കോസ് we know that we have a lot of programs for the protection of tribal groups as well. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് particularly vulnerable tribal group എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, റൈറ്റ്? സോ all of this provides protection to these people as well. സോ പൊളിറ്റിക്കൽ സേഫ് ഗാർഡ്സ് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അതേപോലെ തന്നെ ലോക്സഭയിലും സീറ്റ്സ് റിസർവ്ഡ് ആണ് ഫോർ ഷെഡ്യൂൾ ട്രൈബ്. നൗ ഷെഡ്യൂൾ ട്രൈബിന് സീറ്റ് റിസർവ് ചെയ്യുമ്പം ഷെഡ്യൂൾ ട്രൈബിൽ ഒരു മെമ്പറാണ്, ഇപ്പം ഒരു ST മെമ്പറാണ് ഇലക്ഷന് നിൽക്കുന്നതെങ്കിൽ ആ സീറ്റിൽ, അതായത് STക്ക് റിസർവ് ചെയ്ത സീറ്റിൽ STക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. Nobody else can come and compete in that particular reserved quota, whereas an ST can compete in a general quota as well. Okay, the concept is simple. Reserved quotയിൽ STക്ക് മാത്രമേ ഈ പറയുന്നത് പോലെ compete ചെയ്യാൻ പറ്റുള്ളൂ, but ST can compete in a general quota as well. ഒരു വൺ ഡയറക്ഷനിൽ ഇറ്റ് വർക്ക്സ് ഫൈൻ. STക്ക് റിസർവ് ചെയ്ത കോട്ടയിൽ വേറെ ഒരാൾക്ക് വന്ന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ STയുടെ സീറ്റ്സ് ആർ റിസർവ്ഡ് ഇൻ ലോക്സഭ അണ്ടർ ആർട്ടിക്കിൾ 330 ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 332. 330 ആർട്ടിക്കിളിൻ്റെ അടിയിലാണ് സ്റ്റേറ്റ് നമ്മുടെ ലോക്സഭയിലെ STയുടെ റിസർവേഷൻസ് വർക്ക് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 332ൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള റിസർവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾ 243 പഞ്ചായത്ത് സീറ്റ് റിസർവേഷൻസ് പറയുന്നുണ്ട്. where there is considerable amount of ST population, അവിടെ ഈ പറയുന്നത് പോലെ STക്ക് വേണ്ടി സീറ്റ്സ് റിസർവ് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സേഫ് ഗാർഡ് ആർട്ടിക്കിൾ 275. ആർട്ടിക്കിൾ 275 ഒക്കെ ഡീൽ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മൾ ഫണ്ട്സ് ഇറക്കുന്നത് യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്, ഇതിന് ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും അവരുടെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടും ഫണ്ട്സ് ഇറക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 275 പറയുന്നത്. ഫൈൻ. ദീസ് ആർ സർട്ടൻ പൊളിറ്റിക്കൽ സേഫ് ഗാർഡ്സ് ദാറ്റ് are provided to scheduled tribes in our country. And definitely we've also studied about a concept called 6th schedule. Do you remember 6th schedule and 5th schedule? നമ്മൾ 6th schedule പഠിച്ചിട്ടുണ്ട്. Assam, Mizoram, Tripura. Do you guys remember? അവർക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നു. എന്തോ നവി കേട്ടില്ല. രാജ്യങ്ങൾക്ക് അല്ല സ്റ്റേറ്റുകൾക്ക് സ്പെഷ്യൽ ഇത് കൊടുക്കുന്നത്, പവേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ? അവിടുത്തെ ഗവർണർമാർക്ക് സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ എന്താ പറയുക, കൂടുതൽ ഈ പറയുന്ന റീജിയൻസിൽ ട്രൈബൽ ലോസ്, അതായത് ഇപ്പം നമ്മൾ പാർലമെന്റ് ഒരു ലോ ഇറക്കുവാണെങ്കിൽ അത് ട്രൈബൽ ഏരിയയിലോട്ട് അപ്ലൈ ചെയ്യണോ വേണ്ടയോ, അപ്ലൈ ചെയ്യണമെങ്കിൽ വിത്ത് മോഡിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യണോ, ഇതൊക്കെ തീരുമാനിക്കാനും ആ ട്രൈബൽ റീജിയൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി, അവരുടെ ആ ഒരു കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി, അതേപോലെ തന്നെ അവരുടെ പ്രാക്ടീസസ് ഒക്കെ സേഫായിട്ട് നടത്തിക്കൊണ്ട് പോകാനും അവർക്കൊരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷെഡ്യൂൾ 5th ഷെഡ്യൂൾ ആണെങ്കിലും 6th ഷെഡ്യൂൾ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, റൈറ്റ്? സോ ഈ പറയുന്നതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രൈബ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാം, 5th ഷെഡ്യൂൾ ആൻഡ് 6th ഷെഡ്യൂൾ, റൈറ്റ്? Now, certain facts. India is home to the world's second largest number of tribal people. All right. Every community has its own languages, customs, and cultural history. എല്ലാ നമ്മൾ ട്രൈബ്സിൻ്റെ കേസ് പഠിക്കുവാണെങ്കിൽ ട്രൈബൽ സൊസൈറ്റി ഈസ് സംതിങ്
which is very very interesting to study. Okay, അത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ട്രൈബൽ സൊസൈറ്റി നമുക്കുണ്ട്, റൈറ്റ് ഫ്രം നമ്മുടെ സദേൺ ഇന്ത്യ മുതൽ നമ്മൾ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ വരെ, നോർത്തേൺ ഇന്ത്യ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ പോവുകയാണെങ്കിലും ഒക്കെ we have a lot of diverse varieties of tribals. They practice diverse cultures, okay, very interesting ones as well. Our society formation, our cultural, most of the tribes in northeast region, our tattoo cheyum alle. For example, there is this tribe called Apatani tribe in Arunachal Pradesh. Okay, what they do is they after I think സ്ത്രീകൾ ഒരു certain age എത്തിക്കഴിഞ്ഞതിന് ശേഷം, not too old, I'm saying once they become adults, right, they forcefully tattoo their face, because അടുത്തുള്ള വേറെ ട്രൈബ് പണ്ടത്തെ സമയങ്ങളിൽ ഇവരെ മോഷ്ടിച്ചുകൊണ്ട് പോവുമായിരുന്നു. അതായത് വേറൊരു ട്രൈബൽ ഗ്രൂപ്പ് ഇവരുടെ സ്ത്രീകളെ എടുത്തുകൊണ്ട് പോവുകയോ അങ്ങനെ ഒരു ത്രെറ്റ് ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഇവർ ടാറ്റു ചെയ്യും. And they'll insert huge nose rings എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര വലിയ ഒരു എന്താ പറയുക, എന്തോ ഒരു സാധനം ഇവർ മൂക്കിൽ കുത്തിക്കയറ്റും ഇവരുടെ. സോ ദിയർ നോസ് ബിക്കംസ് ബിഗ്. അവർ കാണാൻ ഭംഗിയില്ലാണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു ട്രൈബിൻ്റെ ഉദ്ദേശം. Okay, nowadays people have changed. Okay, one of my cousins have actually studied with an Apatani tribe, and he says that they don't follow all this these days. പക്ഷേ അവരുടെ ആ ഒരു ഏരിയയിൽ നമ്മൾ പോവുകയാണെങ്കിൽ, സീറോ വാലി ഇൻ അരുണാചൽ പ്രദേശ്, അവിടെ പോവുകയാണെങ്കിൽ യു കെൻ ആക്ച്വലി സീ ദിയർ പീപ്പിൾ, നമ്മുടെ ആ മിഡിൽ ഏജ്ഡ് ഓൾഡ് ഏജ് പീപ്പിൾ ഹു സ്റ്റിൽ പ്രാക്ടീസ്. ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് പ്രോബബ്ലി ദേ കം ഔട്ട് ഓഫ് ഓൾ ദാറ്റ്, റൈറ്റ്? So that again shows ആ ഒരു ട്രൈബൽ കൾച്ചറിൻ്റെ എറോഷൻ ആണ് അത് കാണിക്കുന്നത്. അവരുടെ ആ ഒരു കൾച്ചറാണ് ടാറ്റൂയിങ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ അപ്പത്താനി ട്രൈബ് ആൻഡ് സീ. അതേപോലെ തന്നെ ടാറ്റു ചെയ്യുന്ന ഒരുപാട് വേറെ, മോസ്റ്റ് ഓഫ് ദ ട്രൈബ്സ് ആക്ച്വലി ടാറ്റു, അറ്റ്ലീസ്റ്റ് ഇൻ ഹാൻഡ് എവിടെയെങ്കിലുമൊക്കെ അവർ ടാറ്റു ചെയ്യും. ഓക്കെ, ടാറ്റൂയിങ് ഇസ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് സംതിങ് മോഡേൺ. ഇന്ത്യൻ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല ടാറ്റൂയിങ്. വീവ് ബീൻ ഡൂയിങ് ഇറ്റ് സിൻസ് ഏജസ്. നമ്മുടെ ട്രൈബ്സ് ഒക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് ടാറ്റൂയിങ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഡിസൈൻസ് ഹവ് ബിക്കം മോർ മോഡേൺ. അതർവൈസ് tattooing has always existed. Fine. So every community has its own languages. There is a community in, again, northeast, but I don't remember their name. I'm not unable to recollect the tribe's name. They use whistle language. അവർ വിസിൽസ് ചൂള അടിച്ചാണ് അവർ സംസാരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് എന്താ പറയുക, ഒരു ട്യൂൺ ഫോർ എവറിബഡീസ് നെയിം. സംസാരിക്കുന്നതിലും ഐ തിങ്ക് ദിയർ നെയിംസ്, അവർ വിളിക്കുന്ന പേരുകൾ ചൂളത്തിൻ്റെ ബേസിസിലാണ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അഗൈൻ ദാറ്റ് ഈസ് എ വെരി എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, റൈറ്റ്? ഇഫ് യു നോ, there are many tribes in Africa that use a lot of ഭയങ്കര ഡിഫറെൻറ്റ് ഡയലക്ട്സ്, ലൈക്ക് ഈ സൗണ്ട് യൂസ് ചെയ്ത് വിളിക്കുന്ന, അതായത് ഇവരുടെ സംസാരത്തിൽ ഇവർ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഈ നാക്ക് ഈ ഒരു സൗണ്ട് ഉണ്ടാക്കി വിളിക്കുന്ന ഒരു ട്രൈബ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ആഫ്രിക്കയിൽ അങ്ങനത്തെ കുറേ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഇവൻ ഇൻ ഇന്ത്യ. ലൈക്ക് ഐ തിങ്ക് ദാറ്റ് വില്ലേജ് ഇറ്റ് സെൽഫ് ഇസ് നോൺ ആസ് വിസ്ലിംഗ് വില്ലേജ് ഓർ സംതിങ്, വേർ ദീസ് ട്രൈബ്സ് റിസൈഡ്, നോർത്ത്-ഈസ്റ്റ് ഇന്ത്യയിൽ. Okay, and it's very interesting, and they put that particular tune for that person as soon as that person is born. ആ ഒരു ട്യൂണിലാണ്, ലുല്ലബൈ പോലെ എങ്ങാണ്ടാണ് ഇവരതിനെ റെഫർ ചെയ്യുന്നത്. Okay, so things like that, again very interesting. Distinct language, distinct customs, cultural history, and definitely you also have to mention about their marriage practices, society practices. It's very very interesting to read. Okay, അവരുടെ സൊസൈറ്റിയുടെ പ്രാക്ടീസസ് ആൻഡ് ഓൾ ആർ ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. അവരുടെ മാരേജ് കസ്റ്റംസ്. ഓക്കെ, ദർ ഈസ് ട്രൈബ് ഇൻ സദേൺ ഇന്ത്യ, ഓർ ഐ തിങ്ക് ഒഡീഷ, ആ റീജിയനിലുള്ള ട്രൈബാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗോണ്ട് ട്രൈബ്, ഐ എം നോട്ട് വെരി ഷുവർ. ബിഫോർ മാരേജ് ദ ഗൈ ഹാസ് ടു, അവരൊരു പാം ട്രീയിൽ കയറണം. പക്ഷേ ഈ പാം ട്രീയിൽ ഇവർ എണ്ണ ഒഴിക്കും. ഈ എണ്ണ ഒഴിച്ച പാം ട്രീയിൽ സക്സസ്ഫുള്ളി ആരാണോ കയറുന്നത് അവർക്ക്
പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു പ്രാക്ടീസ്. Okay, so that is very interesting, right? Then there are many different types of practices that tribes follow in the course of marriages as well, and they're actually quite open. നമ്മുടെ സൊസൈറ്റി പോലെ അല്ല, അവരുടെ ഇച്ചിരി കൂടി ഒരു ഓപ്പൺ സൊസൈറ്റിയാണ്. Okay, not necessarily that one person should have one partner itself. അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും അവർക്ക് അത്രയും ഇല്ല. മോണോഗാമി അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ട്രൈബ്സ് അല്ല. Okay, there are tribes that have evolved with the community around, right? And most of the tribes do follow probably. Northeastern India tribes ഒക്കെ ഇപ്പോഴും പലരും ഈ പറയുന്ന ഓപ്പൺ മാരേജ് കൾച്ചർ ഉള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. ഈവൻ ഇൻ ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലൊക്കെ കണ്ടുവരുന്ന ട്രൈബ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ദേ ഹാവ് വെരി ഡിസ്റ്റിങ്ക്റ്റ് language, customs, cultural history. Okay, according to the 2011 census, these tribes, collectively referred to as scheduled tribes, make up about 8.6% of the country's population. So നമ്മുടെ രാജ്യത്തിൻ്റെ 8.6% of the population according to the 2011 census. ഇപ്പം വീണ്ടും സെൻസസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് അപ്ഡേറ്റഡ് പെർസെൻറ്റേജ് കിട്ടും. For as of now, so probably by the time you guys are writing examination, this number will change because we have a census coming up, right? So 2011 census പ്രകാരം ഇവരുടെ 8.6% ആണ് population. So എങ്ങനെയാണ് a tribe is made up of native people who share a common language, they share rituals and the way of life, and who typically reside in remote areas. ഒരു tribe എന്ന് യൂഷ്വലി നമ്മൾ പറയുന്ന ആരെയാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who speak a common language, who have similar practices, who probably follow the same occupation, hunting and gathering, അങ്ങനത്തെ എന്തെങ്കിലും occupation follow ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫിഷിംഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, റൈറ്റ്? ഒരു ജനറലി ഒരു സിംഗിൾ occupation ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. And they'll have their own cultural significance, and they typically reside in remote ആയിട്ടുള്ള റീജിയൻസിലായിരിക്കും അവർ typically reside ചെയ്യുന്നത്. Fine. The Ministry of Tribal Affairs ആണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അപ്പെക്സ് ബോഡി ദാറ്റ് ഈസ് ഇൻ ചാർജ് ഓഫ് ദ ജനറൽ വെൽഫെയർ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഷെഡ്യൂൾ ട്രൈബിൻ്റെ ഒരു ജനറൽ വെൽഫെയറിൻ്റെ കംപ്ലീറ്റ് ഇൻചാർജ് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. It was founded in 1999 with the main goal of developing policies, plans and initiatives to support scheduled tribes' socio-economic development. നമ്മുടെ ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. ഫൈൻ. നൗ ആർട്ടിക്കിൾ 338A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് ഉണ്ട്. ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് ഒരു അമെൻമെൻറ്റ് വഴി വന്നതാണെങ്കിലും ഇറ്റ് ഈസ് a legit constitutional authority because it was inserted into the constitution by an article 338A. Okay, and this article 338A of the Indian Constitution established the National Commission for Scheduled Tribes, which is a constitutional authority. Generally എന്തായിരിക്കും അവരുടെ ഫംഗ്ഷൻ? ഡെഫിനറ്റ്ലി ടു ലുക്ക് ഇൻ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെഡ്യൂൾ ട്രൈബ്സ്. അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരുടെ സേഫ് ഗാർഡ് ചെയ്യുക, അവരുടെ റൈറ്റ്സിൻ്റെ അവകാശങ്ങളുടെ കാര്യങ്ങളൊക്കെ സേഫ് ഗാർഡ് ചെയ്യുക, ഇതൊക്കെയായിരിക്കും ഇവരുടെ മെയിൻ ഉദ്ദേശം. ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് ലുക്സ് ഇൻ ടു കംപ്ലയിൻസ് ഓഫ് റൈറ്റ് ബ്രീച്ചസ്, അതായത് ഇവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ബ്രീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കാനും, അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് STയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പോളിസീസ് എടുക്കാം എന്നൊക്കെ തീരുമാനിപ്പിക്കാനും, ആൻഡ് ഓവർസീസ് ദി എക്സിക്യൂഷൻ ഓഫ് ന്യൂമറസ് ലെജിസ്ലേഷൻ. ഗവൺമെൻറ് ഇപ്പോൾ ലെജിസ്ലേഷനൊക്കെ ഇറക്കുന്നു, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഒരുപാട് ലെജിസ്ലേഷനൊക്കെ ഇറക്കുന്നു. ഇതൊക്കെ കറക്റ്റ് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനും, ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ് ഇൻറ്റൻറ്റഡ് ടു ഇംപ്രൂവ് ദിയർ ലൈഫ്, ഇതെല്ലാം ഓവർസീ ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, റൈറ്റ്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്. ഇറ്റ് സെർവ്സ് ആസ് എ വാച്ച് ഡോഗ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേറ്റീവ് പോപ്പുലേഷൻസ്. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, നാഷണൽ കമ്മീഷൻ. സോ ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം ദ മെയിൻ സ്ട്രീം സൊസൈറ്റി? നമ്മൾ ഓൾറെഡി പറഞ്ഞ ചില കാര്യങ്ങളാണ്. കൾച്ചറൽ വ്യൂ പോയിന്റ്, അവരുടെ കൾച്ചേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം വാർലി ട്രൈബിനെ കുറിച്ച് പറയാനാണെങ്കിൽ, മഹാരാഷ്ട്രയിലുള്ള ഒരു ട്രൈബാണ് വാർലി ട്രൈബ്. ഹാവ് യു സീൻ എ വാർലി പെയിൻറ്റിങ്? നിങ്ങൾ വാർലി പെയിൻറ്റിങ് കണ്ടിട്ടുണ്ടോ? എനിബഡി ഹു സീൻ? ഓക്കെ, വാർലി പെയിൻറ്റിങ് ഇസ് ആക്ച്വലി നമ്മുടെ ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പെയിൻറ്റ് ചെയ്യില്ലേ, അതുപോലെ
ഇവർ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് ഇവരുടെ ഭിത്തിയിൽ പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇവരുടെ ഹട്ട്സിൽ ഇവർ പെയിൻറ്റ് ചെയ്യും. വാട്ട് സോർട്ട് ഓഫ് പെയിൻറ്റിങ്? ദിസ് ഇസ് എ വാർലി പെയിൻറ്റിങ്. ഇത് യൂഷ്വലി അവിടുത്തെ അവരുടെ ആ ഒരു കൾച്ചറിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെയാണ് അവർ വാർലി പെയിൻറ്റിങ്ങിൽ പെയിൻറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് എ വാർലി പെയിൻറ്റിങ്. ഇവരുടെ ഹട്ട്സിൽ പോവുകയാണെങ്കിൽ വാർലി ട്രൈബിൻ്റെ ഹട്ട്സിൽ ഇപ്പോഴും ഈ പറയുന്ന പ്രാക്ടീസ് ഉണ്ട്, വാർലി പെയിൻറ്റിങ് ചെയ്യുന്ന പ്രാക്ടീസ് ഉണ്ട്. ഓക്കെ, സോ ആൻഡ് ദേ യൂസ് വെരി നാച്ചുറൽ കളേഴ്സും വെജിറ്റബിൾ ഡൈസും ഒക്കെ യൂസ് ചെയ്താണ് ഈ ട്രൈബ്സ് യൂഷ്വലി പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത്. നത്തിങ് ആർട്ടിഫിഷ്യൽ, എവറിഥിങ് ഇസ് സോഴ്സ്ഡ് ഫ്രം നേച്ചർ. ഓക്കെ, so that is a example. Cultural viewpoint, നമ്മൾ ലാംഗ്വേജസിൻ്റെ കാര്യം പറഞ്ഞു, cultures, traditions. Okay, so there are tribes that worship snake, right? നമ്മുടെ രാജസ്ഥാൻ റീജിയനിൽ കൽബേലിയ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം ഉണ്ട്. അത് ഈ പറയുന്നത് പോലെ സ്നേക്സിനെ റെവർ ചെയ്യുന്ന ഡാൻസ് ആണ് കൽബേലിയ എന്ന് പറയുന്നത്. യുനെസ്കോ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരു ഡാൻസ് ഫോമാണ് കൽബേലിയ. That is performed by a tribe. And അവർ ആക്ച്വലി അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അവർ സ്നേക്സിനെയാണ് ഈ ഒരു കൽബേലിയ ഡാൻസ് കൂടി അവർ റെവർ ചെയ്യുന്നത്. ആൻഡ് ദേ വെയർ എ സർട്ടൺ കോസ്റ്റ്യൂം, യൂഷ്വലി ഇറ്റ്സ് ബ്ലാക്ക് ഇൻ കളർ. അങ്ങനെയാണ് അവർ ഈ പറയുന്ന. ആൻഡ് ദ ഡാൻസ് ഫോം ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ. ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു സീ എ കൽബേലിയ ഡാൻസ് വൺസ് ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയാണ് അവർ കളിക്കുന്നത് കാണാൻ. Okay, that's again performed by tribes, right? Then comes the economic viewpoint. നമ്മൾ economic viewpoint എന്ന് പറയുമ്പം എല്ലാവരും വൈറ്റ് കോളർ ജോബ്സ്, ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന ജോബാണോ? അല്ല, അല്ലേ? മോസ്റ്റ് ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് ദെം ഹാവ് got into the mainstream white collar jobs. That is definitely commendable, because ഈ പറയുന്നത് പോലെ ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമ്മൾ പ്രാചീന കാലത്തുണ്ടായിരുന്ന ട്രൈബൽ ഗ്രൂപ്പ്സിനെ പോലെ നമ്മൾ കരുതരുത്. There are many scheduled tribes who have blended very well with the society, the rest of the society, right? Who are no different from the rest of the society. So we have a lot of examples. നമുക്ക് തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ മുന്നിൽ തന്നെ, right? We have Sridhanya Suresh. She is an alumni ഫ്രം ട്രിവാൻഡ്രത്തിൽ തന്നെ ഉള്ള ഒരു വലിയൊരു നല്ലൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ അലുമിനൈ ആണ് ശ്രീധന്യ സുരേഷ്. And she's become an IAS officer, right? So with her as an example, we have lot more examples like this who've actually proved that they are capable of doing a lot more than they're given an opportunity for. Usually അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതിൻ്റെ ഇഷ്യൂസ് ആണ്, റൈറ്റ്? സോ ഇവർക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോഷറും അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ ആർ കേപ്പബിൾ ഓഫ് എ ലോട്ട് ഓഫ് വണ്ടേഴ്സ്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് people from this particular scheduled tribes who have been doing wonders, but definitely there are still a majority chunk who are away from all of this. Okay, so adinu venditana nammal reservations etc ചെയ്യുന്നത്. നമ്മളൊരു എക്കണോമിക് വ്യൂ പോയിന്റ് എന്ന് പറയുവാണെങ്കിൽ ട്രഡീഷണലി ആക്ച്വലി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ ഓൺലി ഡിപ്പെൻഡൻറ്റ് ഓൺ നാച്ചുറൽ റിസോഴ്സസ്, റൈറ്റ്? അവർ ഒന്നില്ലെങ്കിൽ ഹണ്ടിങ് ഗ്യാദറിങ്, ഫിഷിങ്, അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്നുള്ള വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഫോറസ്റ്റ് റിസോഴ്സസ് കൊണ്ട് ജീവിക്കുക, ലൈക്ക് ഹണി കളക്ട് ചെയ്യുക, ഓക്കെ, ബീ കീപ്പിംഗ്, ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂഷ്വലി ഇവരുടെ ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇവർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സിസ്റ്റം, ഓക്കെ, ലൈക്ക് ദേ ഹാവ് പോട്ടറി, അതർ ഹാൻഡിക്രാഫ്റ്റ്സ്, ഇതൊക്കെ അവർ ഭയങ്കരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ദ ബോണ്ട ട്രൈബ് ഇൻ ഒഡീഷ ഹണ്ട്സ് വൈൽഡ് ആനിമൽസ് ഫോർ ഫുഡ് ആൻഡ് പ്രാക്ടീസസ് ഷിഫ്റ്റിംഗ് ഫാമിംഗ്, ബോത്ത് ഓഫ് വിച്ച് ആർ റിലയൻറ്റ് ഓൺ ദ ഫോറസ്റ്റ് ഫോർ ദിയർ സബ്സിസ്റ്റൻസ്. ബോണ്ട ട്രൈബ് ഓഫ് ഒഡീഷ ഇവർ ഹണ്ടിങ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇവർ ഷിഫ്റ്റിംഗ് കൾച്ചർ ഫോളോ ചെയ്ത് ഫോറസ്റ്റിൽ തന്നെ ജീവിച്ച് റിലൈ ചെയ്യുന്ന ആൾക്കാരാണ്, ഫോറസ്റ്റിനെ റിലൈ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ദാറ്റ് ഈസ് ദി എക്കണോമിക് വ്യൂ പോയിന്റ്. ഇനി സോഷ്യൽ വ്യൂ പോയിന്റ് പറയാനാണെങ്കിൽ എന്താണ്, നമ്മൾ യൂഷ്വലി ഒരു ട്രൈബ് വർക്ക് ചെയ്യുന്നത് കിൻഷിപ്പിന്റെ ബേസിസിലാണ്. കിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, റിലേറ്റീവ്സിനെയാണ് നമ്മൾ കിൻസ് എന്ന് പറയുന്നത്. സോ ദേ വർക്ക് ഓൺ എ വെരി ക്ലോസ് നെറ്റ് അസോസിയേഷൻ ഓഫ് known people. Usually it is like that, okay? They all have a common ancestor.
അങ്ങനെയും ഉണ്ടാവാറുണ്ട്. ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവര്. ഓക്കെ, ഈ പറയുന്ന കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ, അപ്പോൾ ദേ ഹാവ് ദാറ്റ് brotherhood feeling amongst themselves. Tribes usually do that. Okay, so rather than a centralized political or government structure, നമുക്കൊക്കെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്, നമുക്കൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട്, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ആൻഡ് ദെൻ വി വർക്ക് അറൌണ്ട് ദാറ്റ് പെർട്ടിക്കുലർ. അവർക്ക് അങ്ങനെയല്ല. their relation works around kinship networks. Okay, and അത് മാത്രമല്ല അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണെങ്കിലും ഒരു വഴക്കുണ്ടായാൽ മൂപ്പനെ വിളിച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിക്കുക, അല്ലേ? അല്ലെങ്കിൽ അവരുടേതായിട്ട് ഗവർണൻസിന്റെ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം എല്ലായിടത്തും ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു ലീഡർ, ഒരു ട്രൈബൽ ലീഡർ ഉണ്ടാവും, റൈറ്റ്? ഹൂ ഇസ് പ്രോബബ്ലി ദ ഓൾഡസ്റ്റ് member of the tribe, who is very able to take decisions for the tribe. He is considered to be the most experienced person, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ യൂഷ്വലി ഈ പറയുന്ന ഡിസിഷൻസ് എടുക്കുന്നത്. സോ നോട്ട് ലൈക്ക് ദ മെയിൻ സ്ട്രീം സൊസൈറ്റി. Then numerous tribes have found profound awareness of the ecosystem of their area. അല്ലേ, നമ്മൾ പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ കാടിനെ കുറിച്ച് എന്തറിയാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഇവർക്കറിയാവുന്നതിൻ്റെ ഒരു 10% പോലും നമുക്കറിയുണ്ടാവില്ല. ഒരു കാടിനെ പഠിക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു റീജിയനിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ ഇവർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കും. ആൻഡ് ട്രൈബ്സ് ഹാവ് ദാറ്റ് ഇന്നേറ്റ് learning capacity in them about their habitat, right? So what happens, they have a very strong cultural bond as well as spiritual bond with this place. Usually tribes ഇവര് റെവർ ചെയ്യുന്ന ഗോഡ്സും ഗോഡസസും ഒക്കെ ഈ നേച്ചറിൽ തന്നെയുള്ള ആണ്. Like for example, there are tribes that revere wind, rainfall, mountains, trees. Okay, there are certain species of trees that they revere. They do not allow any sort of exploitation of those trees. അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ് ഒക്കെ ഉള്ള ട്രൈബ്സ് ഉണ്ട്. ചില മൃഗങ്ങളെ ഇവർ വളരെ സേക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്, റൈറ്റ്? സോ ദീസ് ആർ ദി കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ബോണ്ട് they have with the home, with their home അല്ലെങ്കിൽ habitats. For example, Bhils of Rajasthan have a profound awareness of the local nature and consider the forest, hills and rivers to be the homes of their gods. So നമ്മൾ ഡയറക്ട്ലി പറയുവാണെങ്കിൽ they are actually conserving the nature, right? By conserving their cultural practices, we are indirectly helping them conserve the nature, and they are directly doing the job. They are directly conserving the nature. അവർ വളരെ സസ്റ്റൈനബിൾ ആയിട്ടാണ് നേച്ചറുമായിട്ട് ജീവിക്കുന്നത്, right? So this is a Varli painting. What do you think are the contributions of tribes to society? That's for you guys. What do you think are the contributions of tribes to society? Medicines. Definitely. Knowledge of traditional medicine. Excellent point. അല്ലേ? ട്രഡീഷണൽ മെഡിസിൻ്റെ ഒരു നോളജ് പറഞ്ഞു തരാൻ ഇവർക്ക് കേപ്പബിൾ ആണ്. നമ്മൾ പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. എന്തെങ്കിലും പച്ചില എടുത്ത് അരച്ച് തന്ന്, അല്ലേ? വേഗം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പച്ച? എനിബഡി? കേട്ടില്ല ഗൗതം? അതൊരു വീടല്ലേ? അല്ല, കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെഡിസിൻ ആണ്. ഈ പണ്ട് സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ, വി സ്റ്റഡി ദാറ്റ് മെനി പീപ്പിൾ യൂസ്ഡ് ടു ഡു ഗൊറില്ല ടാക്ടിക്സ്, റൈറ്റ്? ഈ ഗറില്ല ഫോഴ്സസ് യൂഷ്വലി കമ്മ്യൂണിസ്റ്റുകാർ, മാവോയിസ്റ്റുകാരൊക്കെയാണ് ഇത് യൂഷ്വലി ചെയ്യുന്നത്, റൈറ്റ്? സോ വാട്ട് ഹാപ്പൻസ് വെൻ ദേ ആർ ഇഞ്ചേർഡ്, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച എടുത്ത് കാട്ടിൽ നിന്ന് എടുത്ത് ഇവരുടെ ഈ ഇഞ്ചുറീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് അതിന് വന്നത്. ഓക്കെ, ദിസ് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പച്ച. I've heard about this from somewhere. So things like this, they have that innate knowledge about medicines, what is there in the forest, ഇത് എന്ത് ഉപയോഗിച്ചാൽ എന്ത് ഹീൽ ആവും, ഇതൊക്കെ അവർക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ഇതാണ്. പിന്നെ വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ക്വിക്കായിട്ട് 2 പോയിന്റ് കൂടി പറഞ്ഞേ. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റാണ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ. അതും അവരുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. പിന്നെ വാട്ട് അതർ കോൺട്രിബ്യൂഷൻ? അവർക്ക് അവരുടേതായ കാട്ടിനടുത്തുള്ള ചില സ്പീഷീസുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കൺസേർവ് ചെയ്യാനുള്ള കഴിവുകളുണ്ടാവും. ഡെഫിനറ്റ്ലി.
മൃഗങ്ങളെ കൺസേർവ് ചെയ്യാനുള്ള കഴിവ്, റൈറ്റ്, അവരുടെ സ്പീഷീസിനെ കൺസേർവ് ചെയ്യാനുള്ള കഴിവ്. ദർ ആർ മെനി ട്രൈബ്സ് ദാറ്റ് ആർ ലിങ്ക്ഡ് ടു എ സർട്ടൻ ആനിമൽ ആസ് വെൽ. ഐ ടോക്ക് അബൌട്ട് ദിസ് ടുമോറോ. ഇച്ചിരി കൂടി എക്സാമ്പിൾസ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നാളെ. ഫൈൻ. സോ ഇഫ് ദർ ഇസ് നോ അതർ ഡൗട്ട്, we'll wind up for today. It's 7 o'clock. Fine? Okay, ma'am. Okay. Thank you. Thank you. Thank you, ma'am. Thank you.